നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് യാക്കോബിൻ്റെ ലേഖനത്തിലെ 7 പ്രാർത്ഥനകളാണ്. ഒന്നാമത്തെ പ്രാർത്ഥന ജ്ഞാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറയുന്നു, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ പ്രാർത്ഥന ജ്ഞാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ജ്ഞാനം കുറവുള്ളവനെ ഭത്സിക്കാതെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. അത്തരത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തിരുവചനം ഇവിടെ പറയുന്നു, ഔദാര്യമായി ദൈവം അവന് ജ്ഞാനത്തെ നൽകുവാനിടയായി തീരും. രണ്ടാമത്തെ പ്രാർത്ഥന 5-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. അത് കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ജീവിതത്തിൻ്റെ അകത്ത് കഷ്ടം അനുഭവിക്കുന്നവരോട് ദൈവത്തിൻ്റെ വചനം പറയുന്ന കാര്യമാണ്, നിങ്ങൾ കഷ്ടമനുഭവിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കഷ്ടമനുഭവിക്കുമ്പോൾ പെറുപെറുക്കാതെ സങ്കടപ്പെടാതെ ജീവിതത്തിൽ ഇതെല്ലാം വന്നു ഭവിച്ചല്ലോ എന്ന് ദുഃഖിതനായിരിക്കാതെ കഷ്ടമനുഭവിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വചനത്തിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. മൂന്നാമത്തെ പ്രാർത്ഥന രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കണമേ, മൂന്നാമത്തെ പ്രാർത്ഥന രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ജീവിതത്തിൽ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവർക്ക് ധൈര്യം നൽകുവാൻ അവരോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം പറയുകയാണ്. രോഗമനുഭവിക്കുന്നവരെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിശ്ചയമായും രോഗമനുഭവിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ സൗഖ്യത്തെ തമ്പുരാൻ വെളിപ്പെടുത്താനിടയായിത്തീരും. നാലാമത്തെ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ്. 5-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു: എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന പല വിധത്തിലുണ്ട്. എന്നാൽ ഇവിടുത്തെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നിങ്ങനെയാണ്: പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയതാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും ഏതെങ്കിലും വിധത്തിലുള്ള പ്രാർത്ഥനകളായി മാറാതെ നമ്മുടെ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയായി നമുക്ക് മാറാം. ഒന്നും കൂടെ പറഞ്ഞാൽ, സംശയമുള്ളവരായി പ്രാർത്ഥിക്കാതെ, ലഭിക്കുമോ ഇല്ലയോ എന്ന ചിന്തയോടുകൂടി പ്രാർത്ഥിക്കാതെ, പ്രാർത്ഥിക്കുന്ന വിഷയം നിശ്ചയമായും ദൈവം എനിക്ക് നൽകും എന്ന വിശ്വാസത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. 5-ാമത്തെ പ്രാർത്ഥന പാപങ്ങളെ ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥനയാണ്. 5-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് നിങ്ങൾ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയുകയാണ്, പാപങ്ങളെ ഏറ്റ് പറഞ്ഞു പ്രാർത്ഥിക്കുക. നാം പ്രാർത്ഥിക്കുമ്പോൾ പാപത്തോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കാനല്ല സർവശക്തനായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ നമ്മുടേതാകട്ടെ അല്ലെങ്കിൽ പരസ്പരമുള്ള പാപങ്ങളാകട്ടെ, ഏത് തന്നെയാണെങ്കിലും അത് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട്, പാപങ്ങൾ മറയ്ക്കുന്നവരായിട്ടല്ല, ഒളിക്കുന്നവരായില്ല, ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ കർത്താവിൻ്റെ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. 6-ാമത്തെ പ്രാർത്ഥന ഒരുവന് വേണ്ടി ഒരുവൻ്റെ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ പരസ്പരമുള്ള പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 5-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ.
ദൈവസന്നിധിയിൽ ഞാൻ പറയട്ടെ, ആറാമത്തെ പ്രാർത്ഥനയായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരസ്പരമുള്ള പ്രാർത്ഥനയാണ്. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുക. ഒന്നും കൂടെ ഞാൻ വ്യക്തമാക്കിയാൽ, ആമേൻ, നമുക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമുക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്കും വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ വചനം ഇവിടെ നമ്മോട് പറയുന്നു. പരസ്പരം നാമുള്ള പ്രാർത്ഥന, മറ്റുള്ളവരുടെ വിഷയങ്ങൾ നമ്മുടേതായ വിഷയങ്ങളായി ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നാമും നമ്മുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ സഭയിലുള്ളവർക്ക് വേണ്ടി, നമുക്കറിയാവുന്നവർക്ക് വേണ്ടി, നമുക്കറിയത്തില്ലാത്തവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ആറാമത്തെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് പരസ്പരമുള്ള പ്രാർത്ഥന, ഒരുവന് വേണ്ടി ഒരുവൻ്റെ പ്രാർത്ഥന. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കും ദൈവസന്നിധിയിൽ തയ്യാറാകാമല്ലോ. സ്തോത്രം. ഏഴാമത്തെ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയാണ്. 5-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നല്ലോ. സ്തോത്രം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ ഏഴാമത്തെ പ്രാർത്ഥന യാക്കോബിന്റെ ലേഖനത്തിൽ നാം കാണുന്നത് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയാണ്. ഞാൻ ആ ഭാഗത്ത് നിന്ന് നിങ്ങളോട് പറയട്ടെ, നമ്മുടെ പ്രാർത്ഥന നിശ്ചയമായും ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയാകാം. ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കാൻ യാക്കോബ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നെങ്കിൽ അശ്രദ്ധയോടുകൂടിയും പ്രാർത്ഥിക്കാം എന്നുള്ളതല്ലേ? ഇന്നലകളിൽ നാം പ്രാർത്ഥിച്ചപ്പോൾ പല വിഷയങ്ങൾക്കകത്തും അശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് നിങ്ങളോട് തമ്പുരാൻ പറയുന്നു, നമ്മുടെ ഓരോ മിനിറ്റിലെയും ഓരോ സെക്കൻഡിലെയും മണിക്കൂറുകളിലെയും പ്രാർത്ഥനകൾ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനകളായി മാറട്ടെ. ഒന്നും കൂടെ ഞാൻ വ്യക്തമാക്കിയാൽ, ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു പ്രാർത്ഥന നാം നടത്തുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം അവിടെ പറയുന്നു, ആ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയങ്ങളോട് പറയട്ടെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയാകാം. അത്തരത്തിൽ ശ്രദ്ധയോടുകൂടി നാം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കാനിടയായിത്തീരും. അതിനൊരു ഉദാഹരണവും കൂടെ അടുത്ത വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ഏലിയാവ് എന്ന് പറയുന്ന ദൈവമനുഷ്യനാണ്. ശ്രദ്ധയോടുകൂടി താൻ പ്രാർത്ഥിച്ചപ്പോൾ അത് വളരെ ഫലിച്ചെന്ന് നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. ആകയാൽ ഈ ദിവസങ്ങളിൽ യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകൾ പോലെ നമുക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ജ്ഞാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കഷ്ടം അനുഭവിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. രോഗമുള്ളപ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടുകൂടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ പരസ്പരം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. അതേപോലെ തന്നെ ശ്രദ്ധയോടുകൂടി ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവമുമ്പാകെ പ്രാർത്ഥിക്കാം. ഇങ്ങനെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ദൈവസന്നിധിയിൽ മറുപടികളെ ദൈവം നമുക്ക് നൽകി തരാനിടയാത്തീരും. ആകയാൽ 7 വിധ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടുത്താം. സർവശക്തനായ ദൈവം നമ്മെ അതിനായി ഒരുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.